90% ആൾക്കാരും എന്തുകൊണ്ടാണ് ഈ ഒരു റീസൺ പറയുന്നത്? അതായത് അടുത്ത വർഷം ആവട്ടെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഇയർ ആവട്ടെ ഞാനൊരു ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് തുടങ്ങാം, അടുത്ത വർഷം തൊട്ട് ഞാൻ എന്തായാലും മോർണിംഗ് എണീറ്റ് തുടങ്ങും. എന്തുകൊണ്ടാണ് അവർ ഒരു റീസൺ എടുത്ത് പറയുന്നത്? അവർക്ക് ജിമ്മിലെ മെമ്പർഷിപ്പ് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, അവർക്ക് മടി കൊണ്ടിട്ടാണ് അവർ ഈ ഒരു റീസൺ എടുത്ത് പറയുന്നത്. അതായത് അടുത്ത വർഷം തൊട്ട് ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഞാനൊരു ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് മോർണിംഗ് എണീറ്റ് എൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യും. ഇത് മെയിനായിട്ട് പറയാനുള്ള കാര്യം, എല്ലാം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അവർക്ക് മടി കൊണ്ടിട്ടാണ്. അവരെന്തുകൊണ്ടാണ് ഈ ടാസ്കുകളെല്ലാം അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കണം എന്തുകൊണ്ടാണെന്ന് അറിയൂ? അവർ വിചാരിക്കുന്നത് അവർക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ഇനി എന്തുകൊണ്ടാണ് മിക്ക ആൾക്കാരും പ്രോപ്പറായിട്ട് ഗോൾ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാം പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല? അവരെന്ത് ചെയ്താലും ഒന്നെങ്കിൽ അത് പകുതിക്ക് വെച്ച് ഫെയിൽ ആകും, അല്ലെങ്കിൽ തുടങ്ങുന്ന ടൈമിന് തന്നെ അത് ഫെയിൽ ആയിപ്പോകും. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ പ്രശ്നമല്ല. ഇതെന്ന് ചോദിച്ചാൽ അവർ ഗോൾ സെറ്റ് ചെയ്യണതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തി വിചാരിക്കണേന് അയാൾക്കൊരു 3 months കൊണ്ടിട്ട് ഒന്ന് ഫിസിക്കലി ഫിറ്റ് ആകണം. സോ അങ്ങനെ വിചാരിച്ച് പുള്ളിക്കാരൻ ആ ഒരു എയിം മൈൻഡിൽ വെച്ചുകൊണ്ട് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. സോ ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് വർക്കൗട്ടും ഡയറ്റും എല്ലാം ഫോളോ ചെയ്ത് അത്യാവശ്യം ഈ ഒരു 3 month ആയി, അല്ലെങ്കിൽ ഒരു 3 മാസമായി. അപ്പോൾ പുള്ളിക്കാരന് നേരെ മിററിൽ നോക്കുമ്പോൾ വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല, ബോഡിയിൽ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. സോ പുള്ളി എന്ത് ചെയ്യും? ആ ഒരു ടൈമിന് പുള്ളിക്കാരൻ്റെ ഗോളിനനുസരിച്ച് പുള്ളി എത്തിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ എയിം എന്താണ്? ഫിസിക്കലി ഫിറ്റ് ആണെന്ന്. പക്ഷെ ആ ഒരു രീതിയിൽ പുള്ളി എത്തിയിട്ടില്ല. സോ ആ ഒരു ടൈമിന് എന്ത് ചെയ്യും? പുള്ളി ഗീവ് അപ്പ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, പഴയ ഒരു ബോഡിയിൽ നിന്ന് ഈ ഒരു ബോഡി വരെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഫാറ്റായിട്ടുള്ള ആളാണ് എടുത്തു, അതിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാണ്ട് നമ്മൾ ഗോൾ എന്താണ്? ഫിസിക്കലി ഫിറ്റ് ആണ് വിത്തിൻ 3 months. പക്ഷെ അത് നടന്നിട്ടില്ല. സോ ആ ഒരു ടൈമിന് നമ്മളിൽ 90% ആൾക്കാരും ആ ഒരു ടൈമിന് നോക്കുമ്പോൾ നമ്മുടെ ഗോളിനനുസരിച്ച് എത്തിയിട്ടില്ല, നമ്മുടെ ബോഡി ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ആ ഒരു ടൈമിന് നമ്മൾ ക്വിറ്റ് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ 99% ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്. അതേസമയം നമ്മൾ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും. അതായത് നമ്മൾ ഈ സെറ്റ് ചെയ്ത ഗോൾ ഉണ്ടല്ല, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഗോൾ എന്തായിരുന്നു? 3 മാസത്തിനുള്ളിൽ തന്നെ ഫിസിക്കലി ഫിറ്റ് ആവണമെന്ന്. പക്ഷെ അതിന് പകരം നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു 3 kg ഞാൻ കുറക്കും എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ടും ഫുഡൊക്കെ എടുത്ത് നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു 3 മാസം കൂടെ എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. കാരണം നിങ്ങളുടെ ഗോൾ എന്താണ്? ജസ്റ്റ് 3 kg കുറച്ചാൽ മതി, അത് നിങ്ങൾ എന്തായാലും കഴിയും. ചിലപ്പോൾ നിങ്ങളൊരു 5 kg വരെ കുറക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷെ നിങ്ങൾ നേരത്തെ ഗോൾ എന്തായിരുന്നു? ഫിസിക്കലി ഫിറ്റ് ആവണമെന്ന്. ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഫിസിക്കലി ഫിറ്റ് ആണ് മിനിമം ഒരു 1 year എങ്കിലും എടുക്കും. പക്ഷെ നമ്മളത് മനസ്സിലാക്കാണ്ട് ആരോ പറഞ്ഞ ഏതോ റീലിൽ കണ്ടത് ഏതെങ്കിലും ഇതെടുത്തിട്ട് നമുക്ക് ഇതേപോലെ 3 മാസത്തിനുള്ളിൽ ആകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണ കാര്യമില്ല. നമ്മുടെ ബോഡി അണ്ടർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. സോ നമ്മൾ എപ്പോൾ ഗോൾ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അച്ചീവബിൾ ആയിട്ട് ഗോൾ മാത്രം നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യുക. ഇനി 2025 എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നോക്കാം. ദി ഫസ്റ്റ് പോയിന്റ്, സെറ്റ് എ പ്രോപ്പർ ആൻഡ് അച്ചീവബിൾ ഗോൾ. നമ്മളെപ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ മാത്രം സെറ്റ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഒരു വലിയ ഗോള് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എടുത്ത് വെക്കരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു വർഷം തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഇയർ എൻഡാണ് മുമ്പ് എനിക്കൊരു 10 CR അല്ലെങ്കിൽ ഒരു 20 CR അക്കൗണ്ടിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നല്ല, ഞാൻ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യണമല്ല, നമുക്കത് ശ്രമിച്ചാൽ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ 0-ൽ കിടക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടുള്ള ജേണി ഒരു 10 CR ജേണി എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ലോങ് പ്രോസസ്സ്. സോ നമ്മൾക്ക് ഒരിക്കലും ഇവിടെ നിന്നുള്ളൊരു ജമ്പിലൂടെ ഇപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല. ഇതിന് അടുക്ക് കുറേ പ്രോസസ്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് എത്താനായിട്ട്. സോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം പ്ലാൻ ചെയ്തിട്ട് മാത്രം ആ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സെറ്റ് ചെയ്യുക. സോ ദി സെക്കൻഡ് പോയിന്റ്, പ്ലാൻ ഫോർ ദി ഡേ. ഇത് ഞാൻ പല വീഡിയോസിലും ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് ഇതിപ്പോൾ നിങ്ങളുടെ മെയിൻ ഗോളാണെന്ന് ഓർത്തോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്തെടുക്കണം, അതാണ് നിങ്ങളുടെ മെയിൻ ഗോൾ, ഈ ഒരു വർഷത്തിൻ്റെ ഗോൾ. സോ അപ്പോൾ അതിൻ്റെ സബ് പ്ലാൻസ് ആയിരിക്കണം നമ്മൾ ഡെയിലി ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്കൊരു നല്ല ഫിസിക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി ജിമ്മിൽ പോകണം. സോ നിങ്ങൾ ഡെയിലി ജിമ്മിൽ പോവുക, ആ ഒരു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾ ജിമ്മിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫുഡും ഇൻക്ലൂഡ് ചെയ്യുക. ഈ 2 ആക്ടിവിറ്റീസ് മെയിനായിട്ട് ചെയ്ത് നമ്മൾ ഓരോ ഡേയും വീക്സും മന്ത്സും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒറ്റ രീതിയിൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ ഈ ലെവലിലേക്ക് വരൽ പോസിബിൾ അല്ല. സോ അതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മുടെ മെയിൻ ഗോളിലേക്കുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഡേ പ്ലാൻ ചെയ്യാനായിട്ട്.
ദി ലാസ്റ്റ് പോയിന്റ്, സ്റ്റേ കൺസിസ്റ്റന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് ദി കീ ടു ദി സക്സസ്. നമുക്ക് സക്സസിലേക്കുള്ള ഒരു കീ ആണ് ഈ ഒരു കൺസിസ്റ്റൻസി. ചിലപ്പോൾ നമുക്ക് ഈ ടാസ്കുകളൊക്കെ നമുക്കൊരു 1 month കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. നമ്മൾ വല്ല വീഡിയോസോ മോട്ടിവേഷൻ വീഡിയോസോ അങ്ങനെ വേറെ എന്തെങ്കിലും റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂവലിൽ ചിലപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 2 month ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഫെയ്ഡ് ആയാലും നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബീൻ കൺസിസ്റ്റന്റ്. ഇനി ഒരു പ്രോ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു 2 മാസം ഈ ഒരു ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ബോഡിക്ക് റിവാർഡ് എന്ന രീതിയിൽ കൊടുക്കണം. റിവാർഡ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനോ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല, അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് റിവാർഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവില്ല, അത് ജസ്റ്റ് നിങ്ങൾ 2 മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു റിവാർഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ആവും, ഇപ്പോൾ ജസ്റ്റ് ഒരു മൂവിക്ക് നമ്മൾ പോണതാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ടിങ്ങിൽ പോണതാവും. സോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് മോട്ടിവേഷൻ ഇല്ലാണ്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നമ്മുടെ ബോഡി തന്നെ നമുക്ക് തരും. ഇപ്പോഴും നമ്മൾ ലേറ്റ് അല്ല. നിങ്ങൾ ഏത് ഏജിലാളായാലും ഈ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങളുടെ ആ ഒരു ഗോളില്ലേ, മെയിൻ ഗോളിനായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് വർക്ക് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ.